ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം ഗണവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനി ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനി ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം നമ ശിവായ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദം തുടരാം. നമുക്ക് ഭജഗോവിന്ദത്തിലെ ആദ്യത്തെ 12 ശ്ലോകങ്ങൾ, ദ്വാദശ മഞ്ജരികാ സ്തോത്രം എന്ന് പറയുന്ന 12 ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം. ഓം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. നളിനീദളഗത ജലമതിതരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ. ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ. കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം
निश्चलतत्त्वे जीवन्मुक्तिः वयसि गदे कः कामविकारः शुष्के नीरे कः खासारः क्षीणे वित्ते कः परिवारः ज्ञाते तत्त्वे कः संसारः मा कुरु धन जन यौवन गर्वं हरदि निमेषात् कालः सर्वं मायामयमिदमखिलं हित्वा ब्रह्मपदं त्वं प्रविश विदित्वा दिनयामिन्यौ सायं प्रातः शिशिरवसन्तौ पुनरायातः कालक्रीडति गच्छत्यायुः तदपि न मुञ्चत्याशावायुः काते कान्ता धनगदचिन्ता वातुल किं तव नास्ति नियन्दा त्रिजगति सज्जन संगतिरेका भवति भवार्णवतरणे नौका भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुकृञ्जकरणे भज गोविन्दं गोविन्दं भज मूढमते ഹരി ഓം. ഇന്നലെ നമ്മൾ ഭജഗോവിന്ദം തുടങ്ങി വെച്ചു. അതിൻ്റെ ആദിശങ്കര ഭഗവത്പാദർ ഈ സ്തോത്രം നിർമ്മിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു. പ്രായമായ ഒരാൾ, 80 വയസ്സിലും അധികരിച്ചതായിട്ടുള്ള ഒരാൾ കാശിയിലെ തെരുവിൽ ഒരു ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ധാതുപാഠം ചൊല്ലിക്കൊണ്ട് ഡുക്രിഞ്ഞ് കരണേ ഡുക്രിഞ്ഞ് കരണേ ഡുക്രിഞ്ഞ് കരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. കാരണം ഈ പ്രായത്തിലാണോ അദ്ദേഹം ഈ എന്താ പറയുക ബാലപാഠം പഠിക്കുന്നത്, ഗുണകോഷ്ഠം പോലെയുള്ള ബാലപാഠം. അദ്ദേഹം എപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിക്കാം. ഈ വയസ്സുകാലത്തിന് ഗ്രാമർ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ദയ തോന്നി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്. കാലൻ വരുന്നതായിട്ടുള്ള സമയത്ത് ഈ ഡുക്രിഞ്ഞ് കരണമൊന്നും ഭൗതികമായിട്ടുള്ള ഒരു നേട്ടവും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറഞ്ഞു. എന്നുള്ളത് നമ്മൾ കണ്ടു. 3 പ്രാവശ്യം പറഞ്ഞത് ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, കായേന വാച മനസ ഗോവിന്ദം ഭജ, ഗോവിന്ദം ഭജ, ഗോവിന്ദം ഭജ എന്ന് താല്പര്യം. അപ്പോൾ ഗോവിന്ദൻ ആരാണെന്നും വളരെ വിശദമായി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 2-ാമത്തെ ശ്ലോകത്തിൽ ധനാഗമ തൃഷ്ണയെ ത്യജിക്കാനായിക്കൊണ്ട് പറഞ്ഞു. വെറും മൂഢതയാണ് ധനം സമ്പാദിക്കണം എന്നുള്ളതായിട്ടുള്ള വല്ലാത്തതായിട്ടുള്ള തൃഷ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ധനം വേണ്ട എന്ന് പറഞ്ഞില്ല. നമുക്ക് സനാതന ധർമ്മത്തിൽ ധനം ലക്ഷ്മിയാണ്. തീർച്ചയായിട്ടും ലക്ഷ്മി ഇല്ലെങ്കിൽ വിഷ്ണു പോലും കഷ്ടപ്പെട്ടു പോകും. ഈ ലോകം മെയിൻറ്റെയിൻ ചെയ്യാൻ വിഷ്ണുവിന് ലക്ഷ്മി കൂടെ വേണം. ലക്ഷ്മി ഇല്ലെങ്കിൽ മെയിൻ്റനൻസ് സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗൃഹം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം. വേണ്ട എന്ന് പറഞ്ഞില്ല. ധനലക്ഷ്മിയെ സമ്പാദിക്കണം. പക്ഷേ ആ ധനത്തെ എങ്ങനെ വിനിയോഗം ചെയ്യണമെന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് ആ ധനം തന്നെ നമുക്ക് ഭാരമായി അനർത്ഥമായി മാറും എന്ന് ഇനി വരാനിരിക്കുന്ന ഒരു ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട് ആചാര്യ ഭഗവത്പാദർ. അർത്ഥം തന്നെ അനർത്ഥമായി മാറും. പ്രയോജനരഹിതം മാത്രമല്ല, അത് ചിലപ്പോൾ നമുക്ക് ഹാനികരവുമായി മാറും. അപ്പൊ എങ്ങനെ ധനത്തെ വിനിയോഗം ചെയ്യണം, അതിനുള്ള വിധികളെ അറിഞ്ഞുകൊണ്ട് സമ്പാദിച്ചത് ഏതൊക്കെ ക്രമത്തിൽ, ഏതെല്ലാം പ്രകാരത്തിൽ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യണം. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ധനം സമ്പാദിക്കേണ്ടത്. അപ്പൊ ദേവയജ്ഞം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ദൈവീക കാര്യങ്ങൾ ചെയ്യാനായിക്കൊണ്ട് നമ്മൾ ധനം വിനിയോഗിക്കണം. പിതൃയജ്ഞങ്ങൾക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവീകരായിട്ടുള്ള ആളുകൾക്കും ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്കും ഒക്കെ വേണ്ടി നമ്മുടെ ധനത്തെ
വിനിയോഗം ചെയ്യണം. അതുപോലെ ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ തന്നിട്ടുള്ള വേദങ്ങളും ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള സമയമോ സാഹചര്യമോ കഴിവോ ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നമ്മൾ സ്പോൺസർ ചെയ്യുക. സമൂഹത്തിലേക്ക് ഈ വിദ്യകളെ കൊടുക്കുന്നതായിട്ടുള്ള ഗുരുകുലങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കഴിവിനനുസരിച്ച് ഈ സ്ഥാപനങ്ങളെ, ഗുരുകുലങ്ങളെ പോഷിപ്പിക്കണം. എങ്കിലേ നമ്മുടെ ദ്രോണാചാര്യരുടെ അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ ഗുരുക്കന്മാർക്ക്. അല്ലെ, നമ്മുടെ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെ കഥയിലൂടെ കാണിച്ചു തരുന്നത്, ദ്രോണാചാര്യർ നല്ലൊരു ആചാര്യനാണ്, പക്ഷെ അദ്ദേഹത്തിന് പോലും ദാരിദ്ര്യം വന്നുപെട്ട ഒരവസ്ഥ നോക്കൂ. അപ്പൊ സമൂഹത്തിനും രാജാക്കന്മാർക്കും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കെയർ ഇല്ലാത്തതുകൊണ്ടല്ലേ, സ്വന്തം മകന് പാല് കുടിക്കാൻ കൊടുക്കാനില്ലാത്തൊരവസ്ഥ വന്നിട്ടല്ലേ കൂട്ടുകാരായ കുട്ടികൾ അരിമാവ് കലക്കിയ വെള്ളം പാലെന്ന് പറഞ്ഞ് കുടിപ്പിച്ച് പരിഹസിച്ച് നിന്ദിച്ചത്. അപ്പോഴല്ലേ അദ്ദേഹത്തിന് എല്ലാം വെറുത്ത് ഗുരുകുലമെല്ലാം അടച്ചുപൂട്ടി അദ്ദേഹം യാത്ര പോയത് അവിടുന്ന്. അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യം നഷ്ടപ്പെടുന്നത് അവിടുന്നാണ്. അദ്ദേഹം സ്വയം അതുവരേക്ക് ഗുരുകുലം പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സമൂഹം അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഭ്രംശിപ്പിച്ചു. അതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ പറയുന്നത്, ലോകാ സമസ്ത സുഖിനോ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറയുന്ന വരികൾ, സ്വസ്തിഃ പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥന. അപ്പൊ അവിടെ മഹീഷാഹ മഹിം ന്യായേന മാർഗേണ പരിപാലയന്ത, രാജാക്കന്മാർ ഭൂമിയെ ന്യായമാർഗത്തിലൂടെ, ധാർമ്മിക മാർഗത്തിലൂടെ പരിപാലനം ചെയ്യണം. അദ്ദേഹത്തിന് അറിയണം ധർമ്മം എന്താണെന്ന്. അപ്പോഴാ പ്രജാഭ്യഃ സ്വസ്തി, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുക. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോക്കൾ എന്ന് പറഞ്ഞാൽ നിരുപദ്രവകാരികളായിട്ടുള്ള മനുഷ്യ സമൂഹത്തിനും ലോകത്തിനും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയെയും തരുന്ന പാവം ജന്തുക്കളാണ്. ആ ഗോക്കളുടെ ഗോമയങ്ങൾ കൊണ്ടാണ് ഫലഭൂയിഷ്ടമാകുന്നത് ഭൂമി. അതിൻ്റെ ഗോമൂത്രവും ചാണകവും ഉണ്ടെങ്കിൽ ഭൂമി എത്ര ഫലഭൂയിഷ്ടമാണെന്ന് അറിയുന്നവർക്കറിയാം. മറ്റിന്നത്തെ കൃത്രിമ വളങ്ങളുടെയൊക്കെ എത്രയോ ഇരട്ടി ശക്തിയുള്ളതാണ് ഭൂമിയിൽ നൈട്രജന്റെ അംശം വർദ്ധിപ്പിക്കാനായിക്കൊണ്ട്, അതുപോലെ ബാക്കി എല്ലാ ഫലപുഷ്ടിയും കൊടുക്കാനായിക്കൊണ്ട് ആ ഗോവിന്റെ ചാണകം എത്ര ശക്തിയുള്ളതാണ്. ഭൂമിയെ ഫെർട്ടൈലാക്കി നിർത്തുന്ന ഒരു ജീവിയാണ്, ജന്തുവാണ് പശു. അതുപോലെ നമുക്ക് അമൃത് പോലെയുള്ളതായിട്ടുള്ള പാല്, നമുക്ക് അമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അമ്മ പശുവാണ്, ഗോമാതാവ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗോക്കളെ, അത് സ്വയം ഡിഫൻസിന് ശക്തിയില്ലാത്ത മൃഗങ്ങളാണ്. അതുകൊണ്ടാണ് അവയെ രക്ഷിക്കാൻ പറഞ്ഞത്, ഗോക്കളെ പരിപാലിക്കാനായിക്കൊണ്ട്. അതുപോലെ തന്നെയാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയല്ല അവിടുത്തെ ബ്രാഹ്മണര്. സമൂഹത്തിന്റെ ശിരസ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ബുദ്ധിജീവികള്, അധ്യാപകന്മാര്, അധ്യാപനം ചെയ്യുന്നവര്, അതുപോലെ പുരോഹിതന്മാര്, ശാസ്ത്രങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് സമൂഹത്തിന് മാർഗദർശനം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകൾ, സാത്വികന്മാരായിട്ടുള്ള ആളുകൾ, അവരെയാണ് ഇവിടെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ ഒരു പൂണോലിട്ട വർഗം എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. പൂണോലിട്ടതുകൊണ്ട് ഒരാളും ബ്രാഹ്മണനാവില്ല. ബ്രാഹ്മണൻ എന്നുള്ളത് ജീവിതം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത്. ഗുണകർമ്മ വിഭാഗശഃ, അവന്റെ ഗുണവും കർമ്മവുമാണ് ബ്രാഹ്മണ്യത്തെ നിർണയിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഹ്മണർ സ്വയം സമ്പാദിക്കാനോ അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിനോ അവർ മെനക്കെടില്ല. അവരെപ്പോഴും ലോക നന്മയെ ചിന്തിച്ചുകൊണ്ട് ലോകഹിതം പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരുടെ വെൽബീയിങ് നോക്കേണ്ടത് സമൂഹമാണ്, രാജാക്കന്മാരാണ്, ഭരണാധികാരികളാണ്. അതുകൊണ്ട് പറഞ്ഞത് ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അല്ലാതെ ഏതെങ്കിലും കുറെ പട്ടന്മാരെയോ നമ്പൂതിരിമാരെയോ തീറ്റിപ്പോറ്റാനല്ല പറഞ്ഞത് ഇവിടെ. അവരുടെ ഇടയിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റണം. അവരുടെ ഇടയിലും ചണ്ടാളതുല്യം ജീവിക്കുന്നവരുണ്ടെങ്കിൽ
അവരെ തീറ്റിപ്പോറ്റാൻ പറഞ്ഞില്ല. ആ ബ്രാഹ്മണ്യം ശരിക്കും ഗുണത്തിലും കർമ്മത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബ്രാഹ്മണര്. ആ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, അവർ സ്വസ്ഥരായിരിക്കണം. അപ്പൊ അവിടെ ദ്രോണർക്ക് ആ ഒരു പശ്ചാത്തലം ഉണ്ടായില്ല. ആ ദ്വാപര യുഗത്തിലെ ധർമ്മങ്ങൾ നശിച്ചതായിട്ടൊരവസ്ഥ. അപ്പോഴാണ് അദ്ദേഹം ദ്രുപദന്റെ അടുത്തേക്ക് അഭയം ചോദിച്ചു പോകുന്നത്. അവിടുന്നും അപമാനിതനായി. ആദിരാജ്യം കൊടുക്കാന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞ വാക്ക് അത് പോട്ടെ, അത് പാലിച്ചില്ലെങ്കിൽ കൂടി തൻ്റെ ഒരു സുഹൃത്തിനെ, തൻ്റെ ബാല്യകാല സുഹൃത്തിനെ മര്യാദയ്ക്ക് സ്വീകരിച്ച് അദ്ദേഹത്തെ പാദപൂജ ചെയ്ത് അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ആസ്ഥാന ഗുരു ആക്കി ആചാര്യനാക്കി വെച്ചിരുന്നാൽ ദ്രുപദ രാജാവിന് ശക്തി കൂടുകയല്ലേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ട് അദ്ദേഹം വാക്ക് തെറ്റിച്ചവൻ എന്നാണ് ദ്രുപദൻ എന്നുള്ളതിന് ഒരർത്ഥം. പദത്തിൽ നിന്ന് ദ്രവിച്ചവൻ, നിന്നിടത്തു നിന്ന് പോയവൻ, വാക്കിൽ നിന്ന് തെറ്റിച്ചവൻ എന്നൊക്കെ അർത്ഥമുണ്ട് ദ്രുപദൻ എന്ന്. അല്ലാതെ വൃക്ഷം കൊടിയടയാളമായവൻ എന്നും ഒരു അർത്ഥമുണ്ട്. അത് അവരുടെ രാജകീയ ചിഹ്നം. ദ്രുപദ വംശത്തിന്റെ കൊടിയടയാളം വൃക്ഷമാണ്. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ദ്രുപദ ശബ്ദം, വാക്ക് തെറ്റിച്ചവൻ. അപ്പൊ ഒരു രാജാവ് പ്രോമിസ് ചെയ്തിട്ട് വാക്ക് തെറ്റിച്ചാൽ അയാൾ സത്യസന്ധനല്ല, അയാൾ അധർമ്മിഷ്ഠനാണ്. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോ വീണ്ടും ആ ദ്രോണരിലെ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട് പ്രതികാര ബുദ്ധി വർദ്ധിച്ചു. അങ്ങനെയാണ് പിന്നീട് ഉണ്ടാവുന്ന കഥകളൊക്കെ മഹാഭാരതത്തില്. ആ ദ്രോണൻ ബ്രാഹ്മണ വൃത്തി വിടിഞ്ഞ് പിന്നെ ആയുധ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നതായിട്ടുള്ള ആചാര്യനായി മാറുന്നു. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികാര ബുദ്ധിയുണ്ട്. അതിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥതകൾ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ദ്രോണനെ അധപ്പതിപ്പിച്ചത് സമൂഹമാണ്, രാജാക്കന്മാരാണ്, ഭരണാധികാരികളാണ്. പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഉള്ളതായിട്ടുള്ള കർത്തവ്യം ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നുള്ളതായിട്ടുള്ള യജ്ഞത്തിലേക്ക് നമ്മളെ കൊണ്ടാവുന്നതായിട്ടുള്ള സംഭാവനകൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെങ്കിലും നമ്മളത് ചെയ്യണം. അതും നമ്മുടെ കർത്തവ്യമാണ്. സ്വാധ്യായം, പ്രവചനം എന്നുള്ളത് എല്ലാ ഗൃഹസ്ഥന്മാരും ചെയ്യേണ്ടതാണ് അവനവന്റെ കഴിവിനനുസരിച്ച്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം അഥവാ അതിഥിയജ്ഞം, ഇങ്ങനെ പങ്കിട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തിട്ട് ആറാമതൊരംശമാണ് തനിക്ക് അനുഭവിക്കാൻ അർഹത എന്ന് 5 അംശങ്ങൾ കൊടുത്തതിന് ശേഷം 5 കടങ്ങൾ വീട്ടിയിട്ട് 6ാമത്തെ അംശം സ്വയം തനിക്കും കുടുംബത്തിനും അനുഭവിക്കാം. അങ്ങനെ 6ൽ 1 ഒരാളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരാൾക്ക് അനുഭവിക്കാൻ അർഹത വിധിച്ചിരുന്നത് നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങൾ. അപ്പോ ഉണ്ടാക്കിക്കോളൂ, ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ ഈ പറഞ്ഞ 5 കടങ്ങൾ വീട്ടാനായിക്കൊണ്ട് ഉപയോഗിക്കുവിൻ. എന്നിട്ട് 6ാമത്തത് നിങ്ങൾക്ക് അർഹിക്കുന്നത് നിങ്ങളും അനുഭവിക്കുവിൻ. മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം. അപ്പൊ ധനം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞില്ല, പക്ഷെ അതിൽ തൃഷ്ണയാണ് വെടിയാൻ പറയുന്നത്, ആസക്തിയാണ് വെടിയാൻ പറയുന്നത്. അധാർമിക മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നത് മാത്രം ജീവിത ലക്ഷ്യമാക്കുന്നത്, ബാക്കി എല്ലാ ധർമ്മങ്ങളും മറക്കുന്നത്, അതിനെയാണ് വെടിയേണ്ടതുള്ളത്. കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണാം. മനസ്സ് വിതൃഷ്ണയാക്കിയിട്ട്, മനസ്സിലെ തൃഷ്ണയെ ഒഴിവാക്കിയിട്ട്, തൃഷ്ണയെ കുറച്ചു കൊണ്ടുവന്നിട്ട് സദ്ബുദ്ധിം കുരു, ഈശ്വരനിലുള്ള സത്തായ ഈശ്വരനിലുള്ള ബുദ്ധിയെ ഉറപ്പിക്കൂ. ലഭസേ നിജ കർമ്മോപാത്തം വിത്തം. അവനവന്റെ കർമ്മം കൊണ്ട്, കർമ്മം കൊണ്ടുവരുന്നത്, കർമ്മത്താൽ സമ്പാദിക്കപ്പെടുന്നതായിട്ടുള്ള ധനം കൊണ്ട്, അവനവൻ അർഹതയുള്ളതായിട്ടുള്ള ധനം കൊണ്ട് തേന വിനോദയ ചിത്തം. ആ ചിത്തത്തെ സന്തോഷിപ്പിക്കൂ. യദൃച്ഛാലാഭ സന്തുഷ്ടന്മാരായി പഴകൂ, ജീവിക്കാൻ പഠിക്കൂ. അവനവൻ അർഹിക്കുന്നത് ഈശ്വരൻ നൽകുന്നുണ്ട്. നമുക്ക് അർഹത എന്തോ അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അർഹിക്കാത്തതിനെ കൊതിച്ചിട്ട് കാര്യമൊന്നുമില്ല. അർഹതയുള്ളതേ ലഭിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരം ചെയ്യാനാണ് പറഞ്ഞത് 2ാമത്തെ ശ്ലോകം. ഇനി 3ാമത്തെ ശ്ലോകം.
മനുഷ്യനെ അവനവൻ്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് തടയുന്ന, ഈശ്വരപ്രാപ്തിയിൽ നിന്ന് തടയുന്ന, മനുഷ്യനെ അധാർമികനാക്കുന്ന രണ്ട് മോഹങ്ങളാണ്. ഒന്ന് കാഞ്ചനം, മറ്റൊന്ന് കാമിനി. ഇപ്പൊ കാമിനി കാഞ്ചനങ്ങൾ എന്ന് പറയും. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന രണ്ട് പ്രലോഭനങ്ങൾ, ധനം സമ്പാദിക്കാനുള്ള കൊതിയും കാമിനിയെ പ്രാപിക്കാനുള്ള കൊതിയും. സ്ത്രീ വിഷയത്തിലുള്ളതായിട്ടുള്ള ആസക്തി പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് മറിച്ചും. ഇവിടെ പുരുഷന്മാരെ കാമിനി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കാമുകന്മാരിലുള്ള ആസക്തിയും. ഇങ്ങനെ പരസ്പരമുള്ള എതിർ ലിംഗങ്ങളോടുള്ളതായിട്ടുള്ള ഭ്രമം, ആസക്തി, വഴിവിട്ടതായിട്ടുള്ള നിയന്ത്രണമില്ലാത്തതായിട്ടുള്ള ഭോഗതൃഷ്ണ, അതിനെ നിയന്ത്രിക്കാനായിക്കൊണ്ടുള്ള നിർദ്ദേശമാണ് മൂന്നാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകത്തിൽ കാഞ്ചനത്തെ പറഞ്ഞുവെങ്കിൽ, ധനത്തെ പറഞ്ഞുവെങ്കിൽ, മൂന്നാമത്തതില് കാമിനിയെ സംബന്ധിച്ച് വിചാരം ചെയ്യാനായിക്കൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഘമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഘമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോ മൂന്നാമത്തെ ശ്ലോകം, നാരീ സ്തനഭരദാഭീദേശം ദൃഷ്ട്വാ മാ അഗാ മോഹാവേശം. മാ അഗാ എന്നാണ് പിരിക്കുമ്പോ, ഒന്നിച്ച് പറയുമ്പോ മാ അഗാ എന്ന് പറയും. അഗാ എന്ന് പറയാ മാ അഗാ. അഗാ എന്ന് പറഞ്ഞാൽ ഗമിക്കുക, ചെല്ലുക, ചെല്ലൂ എന്ന് പറയണം. മാ അഗാ, ചെല്ലരുതേ, പോകരുതേ, പ്രാപിക്കരുതേ എന്ന് പറയണം. എന്തിലേക്ക്? മോഹാവേശം മാ അഗാ. മോഹാവേശത്തെ പ്രാപിക്കാതിരിക്കൂ. എന്ത് കണ്ടിട്ട്? ദൃഷ്ട്വാ എന്ന് പറയണ്ട. എന്ത് കണ്ടിട്ട്? നാരീ സ്തനഭര നാഭീദേശം ദൃഷ്ട്വാ. അപ്പൊ നാരി എന്ന് പറഞ്ഞാൽ ഇവിടെ യുവതികളായിട്ടുള്ള സ്ത്രീകളുടെ എന്നർത്ഥം. സ്തനഭരം എന്ന് പറഞ്ഞാൽ സ്തനത്തിന്റെ ഭാരം തന്നെ. അപ്പൊ വലിയ സ്തനങ്ങളെ കണ്ടിട്ട്, വർദ്ധിച്ചതായിട്ടുള്ള സ്തനങ്ങളെ കണ്ടിട്ട്, അതുപോലെ നാഭീദേശം, പൊക്കിൾ സ്ഥാനങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ശരീര അവയവങ്ങളെ കണ്ടിട്ട്, ദൃഷ്ട്വാ മാ മോഹാവേശം അഗാ, മോഹാവേശം പ്രാപിക്കാതിരിക്കൂ. എന്തുകൊണ്ടാ അത് മോഹാവേശം പ്രാപിക്കുന്നത്? വിചാരം ചെയ്യാത്തത് കൊണ്ട്, അല്ലെ? അതുകൊണ്ട് അടുത്ത വരിയിൽ പറയുന്നുണ്ട്, മനസ്സി വിചിന്തയ വാരം വാരം. വിചാരം ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് മോഹമുണ്ടായിരിക്കുന്നത്. നമ്മൾ വേണ്ടാത്ത വിചാരമാണ് ചെയ്യുന്നത്. അയ്യോ, നമ്മൾ വിചാരം ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ വിചാരം ചെയ്യാറുണ്ട്, അല്ലെ? എന്തിനെ കുറിച്ച്? ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യാറുണ്ട്, സ്തനഭര നാഭീദേശങ്ങളെ കുറിച്ച്. അതിനെ വിപരീതമായിട്ടുള്ള വിചാരം ചെയ്യാറില്ല. അതിന്റെ യഥാർത്ഥ വസ്തുതയെ കുറിച്ച് നമ്മൾ ഒരിക്കലും വിചാരം ചെയ്യാറില്ല. അതിൽ മോഹിതരായിട്ട് അതിനെക്കുറിച്ച് വിചാരം ചെയ്യും എന്ന് പറയാം. അതിനെയാണ് ഗീതാകാരൻ പറഞ്ഞത്, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മൾ ഈ വിചാരമാണ് ചെയ്യാറ്. ഏത്? ഈ ധ്യായതോ വിഷയാൻ എന്ന്, വിഷയങ്ങളെ ധ്യാനിക്കുക. അപ്പൊ ആ വിഷയധ്യാനം നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ മനോഹാരിതയെ കുറിച്ച് നമ്മൾ മനോരാജ്യം കണ്ട് ആസ്വദിക്കും. ആ ധ്യാനമാണ് ഇന്ന് നടക്കുന്നത്. അല്ലാതെ അതിന്റെ യഥാർത്ഥ വസ്തുതയെ കുറിച്ചിട്ടുള്ള ചിന്തയല്ല. ഇവിടെ വസ്തുതയെ കുറിച്ചാ പറയുന്നത്. മൂന്നാമത്തെ വരിയില് ഏതൻ മാംസവസാദി വികാരം. ആചാര്യ ഭഗവത്പാദർ പറഞ്ഞിരുന്നു, ഏതത്, ഈ നിങ്ങള് എന്തിനെ കുറിച്ചാണോ മോഹിതരായിരിക്കുന്നത്, അത് വാസ്തവത്തിൽ ഏതത്, ഇത് മാംസ വസ ആദി വികാരം.
അപ്പൊ മാംസം എന്നാൽ അറിയാം എല്ലാവർക്കും, മാംസം, നമ്മുടെ ശരീരമൊക്കെ മാംസനിർമ്മിതമാണ്. അതുപോലെ വസ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. അപ്പൊ മാംസവും കൊഴുപ്പും ആദി എന്നുള്ളത് കൊണ്ടോ ബാക്കി സപ്തധാതുക്കളിലുള്ള എല്ലാം കൂട്ടാം അല്ലെ. മലം, മൂത്രം, രക്തം, മജ്ജ, അസ്ഥി, ത്വക്ക്, മാംസം, ഇതൊക്കെ പെട്ടതാണ്. അപ്പൊ ഇത് ഓരോന്നും തനിത്തനിയെ എടുത്ത് നോക്കിയാലോ മലമാണ് അല്ലെ, വൃത്തികെട്ട സാധനമാണ്. വൃത്തികെട്ട സാധനമാണ്. ഇത് ഓരോന്നും തനിത്തനിയെ എടുത്താൽ ഈ നമ്മുടെ ശരീരത്തെ പാക്ക് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഈ തൊലിയുടെ മിനുസമാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. ഈ തൊലി എത്രത്തോളം മിനുമിനുത്തതാണോ അതാണ് നമ്മുടെ ആകർഷണം, അതിലാണ് നമ്മുടെ ആകർഷണം. അപ്പൊ തൊലിപ്പുറത്തുള്ള ആകർഷണമേ ഉള്ളൂ നമുക്ക്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുന്നില്ല. ഇതേ തൊലി തന്നെ കുറച്ച് പ്രായം കൂടുമ്പോൾ എന്താവുന്നുണ്ട്, ചുളുങ്ങുന്നുണ്ട്. അപ്പൊ ചന്തമില്ലാതാവുന്നു, അപ്പൊ ആകർഷണീയത നഷ്ടപ്പെടുന്നു. അപ്പൊ തൊലിക്ക് ആകർഷണീയത പോകുന്നതോട് കൂടിയിട്ട് അതിന്റെ ആകർഷണീയത പോവുകയാണ്. ജരാനരകൾ ബാധിക്കുന്നതോടുകൂടി നമുക്കതിൽ ആകർഷണത ഇല്ലാതാവുന്നു. വാസ്തവത്തിൽ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കൾ ഇപ്പോഴും ഉണ്ട്. തൊലി ചുളുങ്ങിയപ്പോഴും ഉള്ളിലുള്ള വസ്തുക്കൾക്ക് ഒരു മാറ്റവും വന്നിട്ടൊന്നുമില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത്, അസ്ഥി, മജ്ജ, മാംസം, രക്തം, മലം, മൂത്രം ഒക്കെ പഴയതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഈ പാക്കറ്റിന്റെ ഈ കവറാണ് മാറിയത്, കവറിലാണ് പൊടി പിടിച്ചത് അല്ലെ. നമ്മൾ ചില വസ്തുക്കൾ പൊതിഞ്ഞങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചാല് ആ പുറത്തുള്ള കടലാസില് കവറിൽ മുഴുവൻ ധാരാളം അഴുക്ക് പിടിക്കും. ആ കവർ അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ ഉള്ളിലുള്ള സാധനത്തിന് ഒരു കേടുമില്ലാതെ നമുക്ക് എടുക്കാം. അപ്പൊ അതിനാണ് നമ്മൾ പല സാധനങ്ങളും പൊതിഞ്ഞു വെക്കാറ് പതിവ്. പൊതിഞ്ഞു വെച്ചാൽ സേഫ് ആയിരിക്കും. അപ്പൊ എന്നതുപോലെ ഈ കവറിന്റെ അകത്തുള്ളതിന് യാതൊരു കേടുമില്ല. പക്ഷെ പ്രായമാവുമ്പോൾ ഈ കവറ് ചുളിയുന്നു, അതിൽ അഴുക്കാവുന്നു, അത് കാണാൻ ഭംഗിയില്ലാതാവുന്നു. അപ്പൊ നമുക്കതിൽ മോഹം ഇല്ലാതാവുന്നു. അപ്പൊ നമ്മുടെ ചിന്ത എത്ര ഡീപ്പാണ്, സ്കിൻ ഡീപ്പ് അല്ലേ. അത്രേ നമ്മൾ പെനിട്രേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബുദ്ധി കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കുന്നില്ല. ഇവിടെ അതാണ് ചിന്തിക്കാൻ പറയുന്നത്. ഏതത് മാംസ വസ ആദി വികാരം. ഈ നിങ്ങൾ കാണുന്ന അതിമനോഹരം, ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് കവികൾ വരെ വർണ്ണിക്കുന്ന സ്ത്രീ സൗന്ദര്യം ഉണ്ടല്ലോ, കാവ്യങ്ങളിലൊക്കെ വർണ്ണിച്ചിട്ടുള്ളതായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ അവരുടെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുന്ന, നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മൾ ഭ്രമിച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടതായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ്. നിങ്ങൾക്ക് ഓരോന്നും തനിത്തനിയെ എടുത്തു തന്നാൽ അറയ്ക്കും. നിങ്ങൾക്ക് അതിലുള്ള ത്വക്കിനെ ഉരിച്ചു തന്നാൽ വേണ്ട, അതിലുള്ള രക്തം തനിയെ വേണ്ട, മജ്ജ തനിയെ വേണ്ട, മാംസം തനിയെ വേണ്ട, അസ്ഥി തനിയെ വേണ്ട. ഓരോന്നും വെവ്വേറെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. നന്നായി പാക്ക് ചെയ്ത് തന്നാൽ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ പാക്കറ്റിലാണ് നമ്മളൊക്കെ ഭ്രമിച്ചിരിക്കുന്നത്, ഈ തൊലിപ്പുറത്താണ് നമ്മൾ ഭ്രമിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് മനസി വിചിന്തയ വാരം വാരം. ഇതിനെക്കുറിച്ച് വാരം 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 എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അഗെയിൻ ആൻഡ് അഗെയിൻ. കാരണം നമ്മൾ ഇപ്പൊ വാരം വാരം ചിന്തിക്കുന്നത് മറിച്ചാണേ. വിഷയങ്ങളെ ധ്യാനിക്കുന്നതാണ് നമ്മളിപ്പോ വാരം വാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത ശോഭ ഉണ്ടെന്ന് നമ്മൾ വാരം വാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടുത്ത് പോകാതെ ദൂരത്തു നിന്നുള്ള ചിന്തയാണ്. ഓരോ വസ്തുക്കളുടെയും അടുത്ത് പോകുമ്പോഴാണ് അതിന്റെ ദുർഗന്ധവും അതിന്റെ വൃത്തികേടുകളും നമുക്ക് കാണാൻ പറ്റുക. അത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ കണ്ണ് ബ്ലൈൻഡ് ആവുകയാണ്. അതിനെയാണ് ഈ മോഹാവേശം എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് മോഹിതരായിരിക്കണം, മൂഢരായിരിക്കണം, ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കണം, ഡെലൂഡഡ് ആയിരിക്കണം. ആ മോഹത്തിന്റെ ആവേശം, ആ ഇൻടോക്സിക്കേഷൻ, മദ്യപാനികൾക്ക് ഉണ്ടാവുന്ന, മദ്യപാനം ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിയിൽ ഒരു ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതാണ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഗന്ധികൾ ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ആകെ ബോധം ഇല്ലാതാവണം. പിന്നെ അവരെന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അവർക്ക് തന്നെ നിയന്ത്രണം ഇല്ലാതാവുന്നു. അപ്പൊ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഈ വിചാരം കൊണ്ട് നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നത്. ഈ വിഷയങ്ങളെ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് അതിലുള്ള ആസക്തി വർദ്ധിച്ച് അത് നമ്മളെ എന്തൊക്കെയാ ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. പലപ്പോഴും അരുതാത്തതിലേക്കൊക്കെ നമ്മൾ ചെന്ന് ചാടുന്നത്
നമ്മുടെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് ഈ ഇൻടോക്സിക്കേഷൻ കൊണ്ടാണ്. ഈ ആസക്തി വർദ്ധിച്ച് വർദ്ധിച്ച് അത് ബ്രെയിനിനെ കവർ ചെയ്യുന്നു എന്നർത്ഥം. നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് ഡെവലപ്പ് ആകുന്നു. ആ ബ്രെയിനിലുണ്ടാവുന്ന ടോക്സിൻസ് ബ്രെയിനിന്റെ വർക്കിംഗ് കപ്പാസിറ്റിയെ ഇല്ലാതാക്കുന്നു, ചിന്തിക്കാനുള്ള കഴിവിനെ മുരടിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പ്രാന്തും കാണിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെയാണെന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വൃത്തികേടുകളും. ബലാത്സംഗങ്ങളാവട്ടെ, വ്യഭിചാരങ്ങളാകട്ടെ, ഇങ്ങനെ വഴിവിട്ടതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നടക്കുന്നത് ഇന്ന് ധാരാളം വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. ഒരു സഭ്യതയും ഇല്ലാതെ ജനങ്ങള് എവിടെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണോ എന്നുള്ളതും കൂടി, അല്ലെ, പാർക്കുകളിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ പബ്ലിക് പ്ലേസുകളിൽ വെച്ചിട്ട് കാമുകന്മാരുടെ ചേഷ്ടകളൊക്കെ കാണാം നമുക്ക്. പണ്ടത്തെ ലജ്ജയൊന്നും ഇല്ലാതായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ലജ്ജയില്ല. എവിടെ വെച്ച് ആരുടെ മുമ്പിൽ വേണമെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലും വെച്ച് എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയായി. അപ്പൊ പിന്നെ ബാക്കി നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതെന്താ കാരണം? ഈ വിഷയചിന്ത അയാളെ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കണം. അതാണ് മോഹാവേശം. ചിന്തിക്കാത്തതിന്റെ ഫലമായി, വിപരീതമായി ചിന്തിച്ചതിന്റെ ഫലമായിട്ട് ഒരു ആവേശത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനെ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി ആചാര്യൻ പറയുന്നു, മനസ്സി വിചിന്തയ വാരം വാരം. വീണ്ടും വീണ്ടും നിരന്തര അഭ്യാസം കൊണ്ട് മനസ്സിന്റെ ആ നൈസർഗികമായിട്ടുള്ള ഒഴുക്കുണ്ടല്ലോ, അല്ലേ? ഇപ്പോ ഇതൊരു നൈസർഗികമായിട്ടുള്ള ഒഴുക്കാണ്. പ്രകൃതിയിൽ എല്ലാ ജന്തുക്കൾക്കും ഉള്ളതാണ്. എന്താ? ആണിനെ കാണുമ്പോൾ പെണ്ണിനോടും, ആണിന് പെണ്ണിനോടും, പെണ്ണിന് ആണിനോടും ഉള്ളതായിട്ടുള്ള ആകർഷണം എന്നുള്ളത് പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, മനുഷ്യനിലും ഉണ്ട്. അതിനെ വിവേകം കൊണ്ട് നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. എവിടെ, ആരോട്, എപ്പോ, എങ്ങനെ, ഏതൊക്കെ രീതിയിൽ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നതാണ് സംസ്കാരം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ആരോടാണ് പെരുമാറുന്നത്, എങ്ങനെ വേണം പെരുമാറാനായിക്കൊണ്ട്, ഇങ്ങനെയുള്ള കാലവും ദേശവും എല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റം, അതാണ് മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ സംസ്കാരം എവിടുന്നാണ് ഉണ്ടാവുന്നത്? ബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ്. വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് അവിവേകികളായിട്ട് വികാരം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള ആളുകൾ. അവരാണെന്ന് വർദ്ധിച്ചു വരുന്നത് വികാര ജീവികൾ, വിവേകം നഷ്ടപ്പെട്ടവർ, ആ വികാരത്തിന്റെ തള്ളിച്ചയിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. അത് ഏത് വികാരമാണെങ്കിലും, കാമമാണെങ്കിലും ക്രോധമാണെങ്കിലും ലോഭമോഹാദികളാണെങ്കിലും ഏതും വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്തവർ. അപ്പോൾ നിയന്ത്രണം ചെയ്യാനുള്ള കഴിവാണ് മനുഷ്യന്റെ മനുഷ്യത്വം. മറ്റു ജന്തുക്കൾക്കൊന്നും അത് നിയന്ത്രിക്കാൻ നമ്മളെ പോലെ സാധിക്കില്ല. അവയ്ക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഇമ്പൾസ്, അവരുടെ ഉള്ളിൽ ആ അർജ് വരുമ്പോൾ അത് സീസണലാണ്. മൃഗങ്ങൾക്ക് എല്ലാ കാലത്തും ഇല്ല. നമ്മളെ പോലെ, മനുഷ്യരെ പോലെ എല്ലാ കാലത്തും ആ ഒരു ഇമ്പൾസ് ഇല്ല. അവർക്ക് ആ സീസണൽ ആകുമ്പോഴാണ് ആ മതം പൊട്ടുന്നത്. ഇപ്പൊ പശുക്കൾക്ക് ചെന പിടിക്കാനുള്ളതായിട്ടൊരു കാലം, ഒരു മതം കാണിക്കും. ആനയ്ക്ക് ഒരു മതം ഉണ്ടാവും. ഓരോ നായ്ക്കൾക്കൊരു സീസൺ ഉണ്ട്. വന്യമൃഗങ്ങൾക്കൊക്കെ ഓരോ സീസൺ ഉണ്ട്. എപ്പോഴും ഒന്നും അവർ മേറ്റ് ചെയ്തുകൊണ്ട് നടക്കില്ല. ആ മീറ്റിംഗ് സീസൺസ് ഉണ്ട് അവർക്ക്. അതിനുള്ള പശ്ചാത്തലം ഒരുങ്ങണം. കാലാവസ്ഥയും ശരീരവും അതിനനുകൂലമാവണം. അത് പ്രകൃതി അത് ഒരുക്കുകയാണ്. എങ്കിലേ ലോകം നിലനിൽക്കുള്ളൂ, വംശവൃദ്ധി നിലനിൽക്കുള്ളൂ. അപ്പൊ അത് നാച്ചുറലാണ്. അത് എന്താ പറയുക, അതിനെ നമ്മൾ തള്ളി പറയേണ്ട കാര്യമൊന്നുമില്ല. പരസ്പരം ഉണ്ടാവുന്ന ആകർഷണം, സംഗമേച്ഛ, ഇതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. പക്ഷേ മനുഷ്യന് അത് നിയന്ത്രിക്കുവാനുള്ള വിവേകം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരെക്കാൾ മൃഗങ്ങളെക്കാൾ മോശമാണ്. കാരണം മൃഗങ്ങൾക്ക് ആ സീസണൽ മാത്രമായിട്ടേ ആ ഒരു വികാരമുള്ളൂ. എങ്കിൽ മനുഷ്യന് ആ സീസൺ ഒന്നുമില്ല. ഏത് നേരവും ആരോടും എങ്ങനെയും ആവാം എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനെയാവുമ്പോൾ അരാജകത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ് പരസ്പരം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെയുള്ളൊരു വന്യമൃഗങ്ങളെക്കാൾ, രാക്ഷസന്മാരെക്കാൾ മോശമായിട്ടൊരു സമൂഹമായിരിക്കും.
ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനാണ് മനുഷ്യർക്ക് വിവേകം കൊടുത്തിരിക്കുന്നത്. അവരുടെ സർവൈവലിന് വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി ഈ ബയോളജിക്കലായിരിക്കുന്ന ഈ ഒരു അർജിനെ, ഈ ഒരു തള്ളലിനെ സംസ്കാരം കൊണ്ട്, വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. ആ നിയന്ത്രണം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ മനസ്സി വിചിന്തയ വാരം വാരം, ഇവിടെ വാരം വാരം വിചിന്തയ എന്നത് ആ പ്രതിപക്ഷ വിചാരം ചെയ്യൂ എന്ന് വെച്ചാൽ മറുവശത്തെ കുറിച്ച് ചിന്തിക്കുക, ദോഷവശങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മളിവിടെ അതിന്റെ ആ ശോഭവശം അല്ലെ, ശോഭനമായ വശത്തെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്. കൂലങ്കഷമായിട്ട് അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ചിന്തിക്കാറില്ല. അതാണ് നമ്മുടെ ഭ്രമം, അതാണ് നമ്മുടെ മോഹാവേശം. അപ്പൊ ഇത് മാംസവസാദി വികാരമാണെന്ന് മനസ്സി വാരം വാരം വിചിന്തയ, നിരന്തരം ഇടയ്ക്കിടയ്ക്ക് അഭ്യസിക്കൂ. ആ അഭ്യാസം കൊണ്ട് നമ്മുടെ വാസനയെ, നമ്മുടെ പ്രകൃതി നമ്മളെ തള്ളുന്ന ആ പ്രേരണയെ, ആ ഇമ്പൾസിനെ നമുക്ക് നിയന്ത്രിക്കാം. അങ്ങനെ വാരം വാരം വിചിന്തയ. ഇത് വെറും യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടുള്ള ഭ്രമമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ സംഘം അഥവാ ആസക്തി വർദ്ധിച്ചു വരുന്നു. സംഗാത് സംജായതേ കാമഃ. ആ ആസക്തി പിന്നീട് കാമമായി അവൻ ഇരിക്കപ്പൊറുതിയില്ലാതാവുന്നു. അവന്റെ മനസ്സിൽ അത് അജിറ്റേഷനായിട്ട് മാറുന്നു. അത് ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധമായി മാറുന്നു. കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ. ആ ക്രോധം അവനെ സമ്മോഹിതനാക്കുന്നു, മൂഢനാക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ ഒരു അധപ്പതനത്തിന്റെ പടികളിലേക്ക് വീഴാതിരിക്കുക, ഉയരാൻ. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഃ. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിക്കണം. അവനവൻ തന്നെയാണ് അവനവന്റെ ശത്രു, അവനവൻ തന്നെയാണ് അവനവന്റെ ബന്ധുവും. ഇത് വേറൊരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവനവന്റെ വിവേകം ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ താഴേക്ക് വലിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കണം. അവനാണ് വിവേകി, അവനാണ് ബുദ്ധിമാൻ. അവൻ ഈ മൂഢൻ എന്ന പദത്തിന് അർഹനല്ലാതെയാവുന്നു. മറ്റത് മൂഢന്മാരാണ് ഇതിന്റെ പുറകെ പോകുന്നത്. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. വിചാരത്തെ ഒന്ന് എതിർദിശയിലേക്ക് തിരിച്ചുവിടൂ. പ്രതിപക്ഷ ഭാവന. മറ്റത് നമ്മൾ അതിനെക്കുറിച്ച് മോഹിതരായി ചിന്തിക്കുകയാണ്. അത് മാറ്റി അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ യഥാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അത് നാറുന്ന വസ്തുക്കളാണ്. നമ്മൾ അതിൽ പോയി പെട്ടുകഴിഞ്ഞാൽ അതൊരു വലയാണ്. ജീവിതം മുഴുവൻ വേണ്ടാത്ത കഷ്ടപ്പാടുകൾ ചുമക്കേണ്ടി വരും എന്നൊക്കെയുള്ള വിവേകം ഉണ്ടാവും അവന്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ്, ശക്തി അവന് ആവും. അപ്പോ ആശയം ഒരുവിധം സാമാന്യമായിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഉറപ്പിക്കാം. ഇനി 4-ാമത്തെ ശ്ലോകം. നമ്മുടെ ജീവിതം പെർമനന്റ് ആണ് എന്നാണ് നമ്മളിവിടെ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് മാത്രം മരണമില്ല, ബാക്കി ലോകമൊക്കെ നശിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മൾ പെർമനന്റ് ആണ് എന്നാണ്. അല്ലെ, മഹാഭാരതത്തിലെ വനവാസകാലത്ത് യുധിഷ്ഠിരൻ ഒരു യക്ഷന്റെ മുമ്പിൽ ചെന്നിട്ടുള്ള യക്ഷ പ്രശ്നമുണ്ട്. സാക്ഷാൽ യമധർമ്മരാജാവ് തന്നെ യക്ഷരൂപത്തിൽ വന്ന് പാണ്ഡവന്മാർ 4 പേരും അവിടെ മരിച്ചു കിടക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് യുധിഷ്ഠിരനോടൊരു ചോദ്യം. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത് എന്താണെന്ന് പറയൂ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ അനുജന്മാരെ ജീവിപ്പിക്കാം എന്നാണ് വാഗ്ദാനം. അപ്പൊ അതിന് മറുപടി കൊടുക്കുകയാണ് യുധിഷ്ഠിരൻ. ഓരോ ദിവസവും ജീവജാലങ്ങൾ മരിച്ചു മരിച്ച് യമലോകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കണു.
പക്ഷേ ബാക്കി ഈ ലോകത്തുള്ള ആളുകളൊക്കെ വിചാരിക്കണു ഞങ്ങൾ ഇവിടെ സ്ഥാവരങ്ങളാണ്. അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമസാധനം ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിം ആശ്ചര്യമതഃപരം എന്ന് ചോദിക്കുകയാണ്. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ വണ്ടർ, ആശ്ചര്യം ഇതാണ്. അഹനി അഹനി ദിവസം പ്രതി ഭൂതാനി ഗച്ഛന്തി യമസാധനം. ഓരോ ജീവജാലങ്ങളും മരിച്ച് യമലോകത്തേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിത്യവും പേപ്പർ എടുത്ത് നോക്കിയാൽ ചർമ്മക്കോളങ്ങള്, പിന്നെ ആക്സിഡന്റുകള്, പിന്നെ പലതരത്തിലുള്ളതായിട്ടുള്ള ദാരുണ മരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് മാത്രം ഇതൊന്നും വരില്ല. ശേഷാഹ സ്ഥാവരമിച്ഛന്തി. ബാക്കിയിരിക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ സ്ഥാവരങ്ങളാണ് ഇവിടെ. കിം ആശ്ചര്യം അതഃപരം. ഇതിനേക്കാൾ ആശ്ചര്യമായിട്ട് വേറെന്താണ് ഈ ലോകത്തിലുള്ളത് എന്നാണ് യുധിഷ്ഠിരൻ ചോദിച്ചത്. ശരിയായ ഉത്തരായിരുന്നു. അതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി യമധർമ്മരാജാവ്. അങ്ങനെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം പറഞ്ഞപ്പോഴാണ് പാണ്ഡവന്മാരെ ജീവിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ നമ്മൾ അറിയേണ്ട വസ്തുത എത്ര ക്ഷണികമാണ് നമ്മുടെ ജീവിതം. ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് രാമായണകാരൻ പറയില്ലേ, മിന്നൽ പിണർ പോലെ അത്ര സ്പീഡില് നശിക്കുന്നതാണ്. വന്യസന്തപ്തമാം ലോഹത്തിലിരിക്കുന്ന അമ്പുവിനെ പോലെ, അല്ലെ? നല്ല ചൂടാക്കിയതായിട്ടുള്ള ഇരുമ്പ് ദോശക്കല്ലിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അതെങ്ങനെ ഷീ എന്ന് പറഞ്ഞ് പോകുമോ അതുപോലെ, അല്ലെങ്കിൽ നീറ്റിലെ പോളയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എപ്പോ വേണമെങ്കിൽ തീരാം. നമ്മുടെ കയ്യിലല്ല നിയന്ത്രണം, നമ്മൾക്ക് തന്നിട്ടില്ല ഡേറ്റ് ഓഫ് എക്സ്പയറി. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് വേഗം വിവേകത്തോടുകൂടി വന്ന കാര്യം നോക്കണം. അതിനാണ് 4-ാമത്തെ ശ്ലോകം. 80-ാം വയസ്സിലും ഈ ഗ്രാമറും പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇനിയും കുറെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് വിചാരിക്കാൻ സാധ്യതയില്ല എന്ന് പറയാം. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നളിനീദളഗത ജലമതി തരളം തദ്വത് ജീവിതമതിശയ ചപലം. ഇതാണ് നളിനീദളം. നളിനി എന്നാൽ താമര. നളിനം എന്നും നളിനി എന്നും താമരയ്ക്ക് പറയാം. അതിന്റെ ദളം എന്നാൽ ഇതള്. അപ്പൊ നളിനീദളം, താമര ഇതള്. അതിൽ ഗതമായ ജലം, അതിൽ പ്രവേശിച്ച ജലം, അതിൽ വീണ് കിടക്കുന്ന ഒരു തുള്ളി ജലം, മഴയിൽ നിന്നോ മഞ്ഞിൽ നിന്നോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് തന്നെ കാറ്റടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരു തുള്ളി വെള്ളം താമര ദളത്തിൽ അല്ലെങ്കിൽ താമരയുടെ ഇലയിലോ പറ്റി നിന്നാൽ അത് എങ്ങനെയാ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അതിതരളം എന്നർത്ഥം. അതിതരളം എന്ന് പറഞ്ഞാൽ അത്യധികം ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എപ്പോ വേണമെങ്കിൽ വീണു പോകാം എന്നർത്ഥം. കാരണം ഒരു ഇളം കാറ്റ് മതി, ഒരു ചെറിയ കാറ്റ് കൊണ്ട് ഇപ്പോഴുള്ള ആ ഇലയുടെ അല്ലെങ്കിൽ എന്താ പറയുക താമരയുടെ ദളത്തിന്റെ ഇപ്പൊ ഒരു ചെറിയൊരു കപ്പ് പോലൊരു ആകൃതി ഉള്ളത് കൊണ്ട് അവിടെ എവിടെയോ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാറ്റിലൊക്കെ ഉരുണ്ടടിച്ചുകൊണ്ടിരിക്കണു. ഒരു കാറ്റൊന്ന് ഇത്തിരി ഒന്ന് വലുതായിട്ട് അടിച്ചാൽ അതൊന്ന് ചരിഞ്ഞാൽ ആ വെള്ളം താഴെ പോവും, അല്ലേ? അത്ര തരളമാണ്. തരളം എന്ന് പറഞ്ഞാൽ അത്രയും ലോലമാണ്. എപ്പോ വേണമെങ്കിൽ ക്ഷണികമായിട്ട് വീണു പോകാവുന്നത് എന്നർത്ഥം. തദ്വത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതുപോലെ എന്നർത്ഥം. തദ്വത് അതുപോലെ, ജീവിതം അതിശയ ചപലം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും അതിശയ ചപലമാണ് എന്നർത്ഥം. ചപലം മാത്രമല്ല, അതിശയ ചപലം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ചപലമാണ്. എപ്പോ വേണമെങ്കിൽ പോകാതെ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ
സ്വാമി ഇപ്പൊ പോകാം, എങ്ങനെ വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പുറത്തേക്ക് വിട്ട ശ്വാസത്തിന് ഉള്ളിലേക്ക് എടുക്കാൻ ഗ്യാരണ്ടി ഒന്നും ഇല്ല. നിശ്വാസ് കെ ഊപ്പർ ക്യാ വിശ്വാസ് ഹേ. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നർത്ഥം. പുറത്തേക്ക് വിട്ടത് അകത്തേക്ക് വലിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് ഒരു താങ്ക്സ് പറയാം. ആരോട്? ഈശ്വരനോട്. ഒരു ശ്വാസം കൂടി എനിക്ക് അനുവദിച്ചുവല്ലോ എന്ന്. അടുത്ത ശ്വാസം വിട്ട് അടുത്തതുള്ളിലേക്ക് വിളിക്കുമ്പോഴും എടുക്കുമ്പോഴും അപ്പോഴും താങ്ക്സ് പറയാം, താങ്ക് യു എന്ന്. അതിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഓരോ ശ്വാസോച്ഛ്വാസത്തോടും ഒപ്പം നമ്മുടെ ഇഷ്ടദേവതയുടെ നാമത്തെ ചൊല്ലുക. ഓരോ താങ്ക്സ് ആണ്. അപ്പോ അതിതരളം അതിചപലം അതിശയ ചപലം ജീവിതം. ഇവിടെ താമര ദളത്തിലിരിക്കുന്ന ജലം പോലെ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ ശരീരം ഒരു താമര പോലെയാണെങ്കിൽ അതിലിരിക്കുന്ന ജീവൻ ഈ ജലം പോലെ. ശരീരമാകുന്ന താമരയിലെ ജലത്തുള്ളി പോലെയാണ് ഈ ജീവന്റെ ഇരിപ്പ്. ഈ ജീവൻ അങ്ങോട്ട് എപ്പോ വേണമെങ്കിൽ വീണു പോകാം. ഈ ജീവൻ വീണു പോയാലോ ഈ താമര ഈ വെള്ളത്തില് ചീഞ്ഞ് വെള്ളമായി തീരുന്നത് പോലെ, മണ്ണായി തീരുന്നത് പോലെ ഈ ശരീരവും തീർന്നു പോകും. ജലം എവിടേക്ക് ചേർന്നു? ആ സരസ്സിലെ ജലവുമായിട്ട് ഐക്യം പ്രാപിച്ചു. അതുപോലെ ഈ ജീവനും ഈശ്വരനാകുന്ന സരസ്സിലേക്ക് ഈശ്വരനാകുന്ന സരസ്സിലേക്ക് ചെന്ന് ലയിച്ചാൽ ഭാഗ്യം. പക്ഷെ നമ്മൾ പിന്നെയും തിരിച്ചു വരും. പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോ ഈ ശരീരമാകുന്ന താമര, അതിൽ ജീവനാകുന്ന വെള്ളത്തുള്ളി ഇരിക്കുകയാണ്. കാലമാകുന്ന കാറ്റ് എപ്പോഴാണ് നമ്മുടെ നേരെ നമുക്കുള്ള അനുകൂലമായിട്ടുള്ള കാറ്റ് വരുന്നത്? ഈ വെള്ളത്തുള്ളി മറിച്ചിടാനുള്ള കാറ്റ് എപ്പോഴാണ് അടിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് രൂപത്തിലാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. കൊറോണയുടെ രൂപത്തിൽ വരുമോ, വേറെന്തെങ്കിലും ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ വരുമോ, വല്ല ആക്സിഡന്റുകളുടെ രൂപത്തിൽ വരുമോ, ഏത് രൂപത്തിലും വേണമെങ്കിലും വരാം. ഭക്ഷണം കഴിക്കുമ്പോൾ വറ്റ് തൊണ്ടയിൽ കുരുങ്ങിയിട്ട് ആള് പോയി, വെള്ളം കുടിക്കുമ്പോൾ അത് ശ്വാസകോശത്തിൽ പോയിട്ട് പോയി, പഴം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ദിവസവും പേപ്പറിൽ നമ്മൾ വിചിത്രങ്ങളായിട്ടുള്ള. അപ്പൊ മരിക്കാൻ കാരണമൊന്നും വേണ്ട, ഏത് രീതിയിൽ വേണമെങ്കിൽ മരിക്കാം. ജീവിച്ചിരിക്കുന്നതാണ് അത്ഭുതം. നമ്മൾ ഓരോരുത്തരും ജീവനോടുകൂടി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മരിക്കാൻ ഏത് കാരണം വേണമെങ്കിലും സംഭവിക്കാം. അത്രയും തരളമാണ് നമ്മുടെ ഈ ജീവൻ. എന്തെങ്കിലും ഒരു റീസൺ മരിക്കാൻ മതി. അപ്പൊ ജീവിച്ചിരിക്കുന്നതിന് നമ്മൾ എത്ര താങ്ക്ഫുൾ ആയിരിക്കണം. ആരോട്? ഇതിന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന, നമുക്ക് ആയുസ് അനുവദിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള ജഗദീശ്വരനോട് എത്ര താങ്ക്ഫുൾ ആയിരിക്കണം നമ്മൾ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ പിറന്നാളുകൾ ആചരിക്കുമ്പോഴും നമ്മൾ ആ താങ്ക്സ് പറയലാണ്. ശരിക്കും ഈശ്വരനോടുള്ള താങ്ക്സ് പറയലാണ് നമ്മുടെ പിറന്നാളുകൾ, നമ്മുടെ മാസങ്ങൾ, നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ ഓരോ നിമിഷവും അങ്ങനെയായി മാറണം. ഗോവിന്ദം ഭജ, ഗോവിന്ദനെ ഭജിക്കണം ഓരോ നിമിഷവും. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. വിദ്ധി ത്വം വിധി എന്ന്, നീ അറിഞ്ഞാലും. എല്ലാവരോടുള്ള ഉപദേശമാണ്. എന്താണ് ഈ ലോകം? വ്യാധി അഭിമാനഗ്രസ്തം. വ്യാധി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ. ഏതൊക്കെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്ക് തന്നെ അറിയില്ല. ചെല്ലുമ്പോഴാണ് ലാബ് ടെസ്റ്റുകളും മറ്റു പല സ്കാനുകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് എന്തൊക്കെയോ ഉള്ളിലുണ്ടായിരുന്നു രോഗങ്ങൾ എന്ന്. ഒന്നും ചെയ്യാതിരിക്കുന്നത് വരെ നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതുകയാണ്. അപ്പൊ വ്യാധിഗ്രസ്തം അഭിമാനഗ്രസ്തം, ദുരഭിമാനം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ ലോക ജീവിതം. അപ്പോ എന്താ പറയുക, എപ്പോ വേണമെങ്കില് മരിക്കാനുള്ളതായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നർത്ഥം. രോഗങ്ങളുണ്ട്, ദുരഭിമാനങ്ങളുണ്ട്, അല്ലെ? ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ദുരഭിമാനം കൊണ്ട്. ഇതുവരെ ജീവിച്ചതുപോലെ ഇനിയും ജീവിക്കാൻ പറ്റില്ല, എന്തൊക്കെയോ കുറവുകൾ, നാണക്കേടുകൾ,
മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദ്യനായി പോകും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്തയില് ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല, വ്യാധിയൊന്നും ഇല്ലെങ്കിലും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമാണെങ്കിലും ചിലര് ആത്മഹത്യ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ദേഹഹത്യയാണ് ആത്മഹത്യ, സ്വയം മരിക്കുന്നു. അപ്പൊ അഭിമാനം കൊണ്ട്, അല്ലേ, ജീവിച്ചിരിക്കാൻ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല, ഓൺലൈൻ പഠിക്കാനായിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി ആത്മഹത്യക്ക്. അത് മതി കാരണം. 10ാം ക്ലാസ് പഠിച്ചില്ലെങ്കിൽ എന്താ, ഓൺലൈനിൽ പഠിച്ചില്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, 10ാം ക്ലാസ്സും അതിന്റെ അപ്പുറത്തൊക്കെ പിന്നെ നോക്കാം, 10ാം ക്ലാസ് പാസ്സായാൽ തന്നെ എനിക്ക് ജീവിക്കാൻ കഴിയും, ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ള ആയുസ് ജീവിച്ച് ഞാൻ തീർക്കും, എങ്ങനെയെങ്കിലും ജീവിക്കും എന്ന് കരുതാനുള്ള ഒരു തന്റെ ഇടം ആ കുട്ടിക്ക് ഉണ്ടായില്ല. ആ ഒരു സിനിമാ നടൻ ബോംബെയിൽ എവിടെയോ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം ചോദിച്ചാൽ കാരണമൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഡിപ്രഷൻ. അപ്പൊ വ്യാധി അഭിമാനഗ്രസ്തം, മരണത്തിന് അഭിമാനവും മരണകാരണവും ദുരഭിമാനം. അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം എന്നർത്ഥം. വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം, ദുഃഖം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്, ദുഃഖത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ലോകം. ദുഃഖഭൂയിഷ്ടമാണ് എന്നാണ് ഈ ലോകത്തിന്റെ സ്വഭാവം. എവിടുന്ന് വേണമെങ്കിൽ ദുഃഖം വരാം. നമ്മൾ എവിടുന്ന് സുഖം പ്രതീക്ഷിക്കുന്നുവോ അത് ദുഃഖയോനിയാണെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തരുന്നു. നിങ്ങള് ഈ ലോകത്തിലുള്ള മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവയെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അത് വരികയും പോവുകയും ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ അവഗണിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. താൻ തിദിക്ഷസ്വ ഭാരത ആഗമ അപായിന അനിത്യാഹ. വരികയും പോവുകയും ചെയ്യുകയാണ് അതിന്റെ ധർമ്മം. സീസൺ മാറി മാറി വരും, ദിനവും രാത്രവും മാറി മാറി വരും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. എല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ലോകം. അപ്പോൾ അതില് നമ്മൾ ആസക്തിയോടുകൂടി ഏതിനെങ്കിലും പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലാണ് നമ്മളും ബാധിക്കപ്പെടുക. അല്ലെങ്കിൽ ലോകത്തിന്റെ പാട്ടിന് വിട്ടിട്ട് നമുക്ക് നമ്മുടെ പാട്ടിനിരുന്നാൽ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഇപ്പൊ ലോകം ശോകഹതം ച സമസ്തം, സമസ്തം ലോകം ശോകഹതം ഇതി ത്വം വിദ്ധി. ഈ ലോകത്തില് ശോകമില്ലാത്ത സ്ഥാനങ്ങളില്ല. എവിടെന്ന് വേണമെങ്കിൽ ദുഃഖം വരാം. എല്ലാം ദുഃഖയോനികളാണ്, ദുഃഖത്തിന്റെ പ്രഭവ സ്ഥാനങ്ങളാണ്. എവിടെന്ന് വേണമെങ്കിൽ ദുഃഖം ഉത്ഭവിക്കാം എന്നർത്ഥം. ഇപ്പൊ ഇവിടെ നമ്മുടെ ആയുസ്സിന്റെ ക്ഷണികതയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തില് ആസക്തി വെക്കാതെ ഇതിൽ നിത്യമായിട്ടോ സുഖം തരുന്നതായിട്ടോ ഒന്നുമില്ല എന്നും മനസ്സിലാക്കി, അനിത്യവും അസുഖവുമാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കി, എന്താണ് ശാശ്വതമായിട്ടുള്ളത്, എവിടെയാണ് എനിക്ക് അഭയമുള്ളത്, ശാശ്വതമായിട്ടുള്ളതിനെ അഭയം പ്രാപിച്ചാൽ മാത്രമേ എനിക്ക് ദുഃഖമില്ലാതിരിക്കുള്ളൂ, എനിക്ക് ഭയമില്ലാതിരിക്കുള്ളൂ. അപ്പൊ ആ ശാശ്വതമായതാണ് ഗോവിന്ദൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരമായിരിക്കുന്ന വസ്തു, എല്ലാറ്റിൻ്റെയും നാഥനായ ഈശ്വരൻ ഗോവിന്ദൻ. ആ ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. മനസാ വാചാ കർമ്മണ ഗോവിന്ദം ഭജ. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ.
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി വേറെ ഒരു കുഴപ്പം, നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകളോടുള്ള നമ്മുടെ സ്നേഹപാശം, അതൊരു വലിയ മോഹമാണ്, തെറ്റിദ്ധാരണയാണ്. ഈ ലോകം നമ്മളെ സ്നേഹിക്കുന്നു, ബന്ധുക്കൾ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഭാര്യ, മക്കൾ, ഭർത്താവ്, ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നു, എന്നും ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, എന്നും ഇവർ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും, നമ്മളെ ശുശ്രൂഷിക്കും എന്നൊക്കെ ഉള്ള ഒരു ഭ്രമമുണ്ട് നമുക്ക്. ആ ഭ്രമത്തെ ഇല്ലാതാക്കി സ്വതന്ത്രരാവാൻ, അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കാൻ, എല്ലാറ്റിൽ നിന്നും നിസ്സംഗമായി ഉയർന്നിരിക്കാൻ, ഉദാസീനരായിരിക്കാനുള്ള ആ ഒരു വിവേകം ചിന്തിക്കാൻ വേണ്ടി പറയണ. യാവത് വിത്തോപാർജന സക്തഃ താവത് നിജ പരിവാരോ രക്തഃ. യാവത് എത്ര കാലത്തോളം, വിത്ത ഉപാർജന സക്തഃ, വിത്തം ധനം ഉപാർജനം ചെയ്യുക, സമ്പാദിക്കുക, ആർജിക്കുക, അതിന് സക്തഃ അതിൽ തൽപരനായിരിക്കുന്നു, അല്ലെങ്കിൽ ശക്തഃ എന്നും പാഠമെടുക്കാം. യാവത് വിത്തോപാർജന ശക്തഃ, വിത്തം ഉപാർജനം ചെയ്യുന്നതിൽ എത്ര കാലം നിങ്ങൾ ശക്തിയുള്ളവനായിരിക്കുന്നുവോ, ആരോഗ്യവാനും അതാത് കർമ്മമണ്ഡലങ്ങളിൽ ശോഭിക്കുന്നവനുമായിരിക്കുന്നുവോ, താവത് നിജപരിവാരോ രക്തഃ, താവത് അത്ര കാലത്തോളം, നിങ്ങൾ സമ്പാദിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നിടത്തോളം കാലം, നിജ പരിവാര, അവനവന്റെ പരിവാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അത് ഭാര്യയാവാം, മക്കളാവാം, ബന്ധുക്കളാവാം, സഹോദരങ്ങളാവാം, കൂട്ടുകാരാവാം, ജോലിക്കാരാവാം, അയൽവാസികളാവാം, മറ്റുള്ള പല രീതിയിലുള്ളതായിട്ടുള്ള ആളുകളുണ്ട് നമ്മളെ ആശ്രയിച്ചുകൊണ്ട്, നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് നമ്മളെ സേവിക്കാൻ വരുന്ന ആളുകൾ. അപ്പൊ ധനികന്മാരായിരിക്കുന്നിടത്തോളം കാലം, ധനം ആർജിക്കാൻ ശക്തിയുള്ളിടത്തോളം കാലം, നിജ പരിവാര രക്ത. ഇവിടെ രക്ത എന്ന് പറയുമ്പോൾ അനുരക്ത, അവര് നമ്മളോട് അനുരാഗം കാണിക്കും. അപ്പോ അവരുടെ അനുരാഗം വാസ്തവത്തിൽ എന്തിനോടാണ്? നമ്മളോടാണോ, നമ്മുടെ കഴിവിനോടോ, നമ്മളുടെ ധനത്തോടോ അല്ലേ? നമ്മൾ ധനം സമ്പാദിക്കുന്നത് വരെ ഇവരൊക്കെ ഉണ്ടാവും. നമുക്ക് ധനം സമ്പാദിക്കാനുള്ള കഴിവ് കുറയുന്നതോടുകൂടി, നഷ്ടപ്പെടുന്നതോടുകൂടി എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചു. അതാണ് അടുത്ത വരി. പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. പശ്ചാത് ജർജരദേഹേ ജീവതി സതി. പശ്ചാത് പിന്നീട്, ജർജരദേഹം എന്ന് പറഞ്ഞാൽ ജീർണത ബാധിച്ച, ജരാനരകൾ ബാധിച്ചതായിട്ടുള്ള അവശമായിരിക്കുന്ന ദേഹത്തിൽ, ഒരു പണിയും എടുക്കാൻ കഴിവില്ലാതെ സമ്പാദിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ പരാധീനനായിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് വേണം കഴിയാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം ആ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ, ജർജരദേഹേ ജീവതി സതി, അങ്ങനെ ഇരിക്കുമ്പോൾ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. ഗേഹേ ഗൃഹത്തിൽ വന്നിട്ട് കോപി, ഒരുവനും ഒരാളും ഉണ്ടാവില്ല. എന്തിന്? വാർത്താം പൃച്ഛതി, നമ്മുടെ വിശേഷം ചോദിക്കാനോ നമ്മളെ കുറിച്ച് അന്വേഷിക്കാനോ ആരും ഉണ്ടാവില്ല. കാരണം അന്വേഷിച്ച് വന്നാൽ പെട്ടുപോകും. വഴി കൂടെ പോകുമ്പോ പോലും നമ്മളെ പുറത്തേക്ക് കണ്ടാല് തല താഴ്ത്തി, ഇപ്പോഴൊക്കെയാണെങ്കിൽ മൊബൈലിൽ സംസാരിക്കുന്ന പോലെ പോവാം. കണ്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചെവിയിൽ കൈയും പിടിച്ചോണ്ട് പോയാൽ നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകാം. വിളിച്ചാലും വിളി കേൾക്കാതെ പോകാം, കാരണം മൊബൈലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ആളുകൾ എപ്പോഴും മൊബൈലിലാണ്. വഴിയിലൊക്കെ പോയി ആരോടെങ്കിലും ഒന്ന് വഴി ചോദിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നിവൃത്തിയില്ല, അവരൊക്കെ ബിസി ആയിരിക്കും. അപ്പോ ഈ വയസ്സന്മാര് ഒന്ന് ഇവിടെ വരൂ, ആരാത് പോണത്, കൃഷ്ണനാണോ രാമനാണോ, അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും കേൾക്കാത്ത മാതിരി പോവും. എന്താ വെച്ചാ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടു, വിളി കേട്ടാൽ പെട്ടു. കാരണം എന്തൊക്കെയാണ് ആവലാതി പറയാൻ പോണത്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്, എന്നെ ഒന്ന് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോ ഇങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ അതുകൂടി നമ്മുടെ സമയം മെനക്കെടാണ്.
എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല കടം ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ വയസ്സായവരെ തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടാവില്ല. പ്രത്യേകിച്ച് ദീനരായി സമ്പത്തൊന്നും ഇല്ലാത്തവരും രോഗാദികളൊക്കെ ബാധിച്ചിട്ടുള്ളവരും എപ്പോഴും ആവലാതി പറയുന്നവരാണെങ്കിൽ പറയും വേണ്ട. വായ തുറന്ന ആവലാദികളെ ഉള്ളുവെങ്കിൽ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പേടിച്ചോടും ആളുകൾ. അതാണെന്ന് നമ്മൾ ലോകത്ത് കാണുന്നത്. പശ്ചാത് ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. വാർത്തകൾ പോലും, ഒരു വർത്തമാനം ചോദിക്കാൻ പോലും വീട്ടിൽ പോലും ആരും ഉണ്ടാവില്ല. ഗേഹ എന്ന് പറയുമ്പോൾ വീട്ടിൽ എന്നാണ്. വീട്ടിലുള്ളവര് പോലും ഈ വയസ്സായവരെ തിരിഞ്ഞു നോക്കാണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ബിസി. വീട്ടിൽ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല, ഒക്കെ ഡിസ്പോസ് ചെയ്തു എന്നോ ഒക്കെ എന്തെങ്കിലോ വൃദ്ധസദനത്തിലാക്കി, അല്ലെങ്കിൽ നമ്മൾ വേറെ വീട് ഫ്ലാറ്റ് ഒക്കെ മാറി. അപ്പൊ പിന്നെ വയസ്സായവരെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. ഓരോരുത്തരും ഒറ്റയ്ക്കാണ്. വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ. അപ്പോ വിത്ത ഉപാർജന ശക്തിയുള്ളത് വരേക്കും, ധനം സമ്പാദനത്തിന് നമുക്ക് സാമർഥ്യമുള്ളത് വരേക്കും നമ്മുടെ അടുത്ത് ധാരാളം ബന്ധുക്കൾ ഉണ്ടാവും. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. അല്ലെ, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ. വസന്തകാലത്ത് മാവ് പഴുത്തിരിക്കുമ്പോൾ, മാമ്പഴമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പക്ഷികളൊക്കെ വന്ന് കൂട് കൂട്ടുകയും, അല്ലെങ്കിൽ അത് വന്ന് ചലപിലാന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മാമ്പഴം കൊത്താനൊക്കെ മാവിൽ ധാരാളം പക്ഷികളൊക്കെ വന്ന് കൂടും. എന്നാൽ വസന്തം കഴിഞ്ഞാൽ, മാമ്പഴം എല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, പിന്നെ അവിടെ ഒരു മനുഷ്യന്റെ കുട്ടി, ഒരു അണ്ണാര കണ്ണൻ പോലും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോ ഇവിടെ ലോക സ്വഭാവമാണിത്. ഓരോരുത്തരും സ്വാർത്ഥരാണ്. ഇത് നമ്മൾ തിരിച്ചറിയുക. ഓരോരുത്തരും വന്നിരിക്കുന്നത് അവരവരുടെ പ്രാരബ്ധങ്ങളും അവരവരുടെ വാസനകളുമായിട്ടാണ്. അവരവർക്ക് അവരവരുടേതായിട്ടുള്ള തിരക്കുണ്ട്, അവരവരുടേതായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങളുണ്ട്, ടാർഗറ്റുകളുണ്ട്. അവരത് നേടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റുമോ? അവരുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഹായികളാവുന്ന ആളുകളാണെങ്കിൽ തൽക്കാലം നിങ്ങളെ ഉപയോഗിക്കുമല്ലോ. നിങ്ങളെ ചവിട്ടുപടി പോലെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുതുകത്ത് ചവിട്ടി അവര് നടന്നു പോകും. അവർ പടി കയറി പോകും. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, മെതിച്ചു പോകും. അവർക്ക് ഉപയോഗമില്ലാത്ത ആളാണ്, അവർക്ക് ഭാരമാവുന്നു തോന്നിയാൽ അവർക്ക് യാതൊരു പ്രയോജനമില്ല, നിങ്ങളിൽ നിന്ന് ഒന്നും ഇനി ചൂഷണം ചെയ്യാൻ ബാക്കിയില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അണ്ടിയും തോലും വലിച്ചെറിയില്ല നമ്മൾ മാങ്ങ തിന്നിട്ട്, അതുപോലെ നമ്മളെ ഉപേക്ഷിക്കും ആളുകൾ. അല്ല, ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥയും. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി എല്ലാവരെയും നിലയ്ക്ക് നിർത്തുക. ഓരോരുത്തരോടുമുള്ള ആസക്തി വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ പേരക്കുട്ടി, എൻ്റെ സഹോദരങ്ങള്, ഇങ്ങനെയുള്ള എൻ്റെ 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 എന്നുള്ളതായിട്ടുള്ള മമതയെ അറുക്കുക. മമതയെ അറുക്കാനുള്ളതായിട്ടുള്ള ശ്ലോകമാണ് ഈ 5-ാമത്തെ ശ്ലോകം. 4-ാമത്തെ ശ്ലോകം അഹന്തയെ അറക്കാനുള്ളതായിരുന്നു. അവനവന്റെ ആയുസ്സിന്റെ നിസാരതയെ, നൈമിഷികതയെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ ആരാ എന്നുള്ളതായിട്ടുള്ള ഭാവം പോകും. ഞാൻ എത്ര നിസ്സാരനാണ്, എൻ്റെ ആയുസ്സിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലില്ല, എൻ്റെ മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ളത് ചിന്തിച്ചു കഴിയുമ്പോൾ തൻ്റെ അഹങ്കാരം പോകണം. ഈ ചിന്ത 5-ാമത്തെ ശ്ലോകം നമ്മുടെ മമതയെ ഇല്ലാതാക്കും. ബന്ധുക്കളോടുള്ളതായിട്ടുള്ള സ്നേഹപാശങ്ങളെ മുറിച്ചു കളയും. അപ്പൊ സ്നേഹപാശങ്ങളെ ഛേദിക്കാനുള്ള മന്ത്രമാണ് 5-ാമത്തെ ശ്ലോകം. യാവത് വിത്തോപാർജന സക്തഃ താവൻ നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെറുക്കണമെന്ന് പറഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ആവുന്ന ഉപകാരമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കാം. കാരണം നമ്മൾ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം നമുക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരും. അതിപ്പോ നമ്മുടെ മക്കളായിരിക്കണം എന്നില്ല, പേരക്കുട്ടികളായിരിക്കണം എന്നില്ല, നാട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ധർമ്മം ചെയ്യുക.
നമ്മൾ മക്കളെ ജനിപ്പിച്ചു, അവരെ സ്വന്തം കാലിൽ നിർത്താറാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെയുള്ള ജീവിതവും സംസ്കാരവും ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ ഓരോരുത്തരും സ്വന്തം കാലിൽ പോകട്ടെ. മറ്റ് ജന്തുക്കളെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ ജന്തുക്കളും ഒരു പ്രായം വരെയല്ലേ കുട്ടികളെ വളർത്തുള്ളൂ. പശുക്കളാണെങ്കിൽ അതിന്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു പ്രായം വരെ, അത് കഴിഞ്ഞാൽ കുത്തി ഓടിക്കും. പക്ഷികളാണെങ്കിലും കൊത്തിയാട്ടുക എന്ന് പറയും. കോഴികളാണെങ്കിലും മറ്റ് ജന്തുക്കളാണെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലോണം സ്നേഹപൂർവ്വം വാത്സല്യത്തോടെ ഭക്ഷണം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കും. സ്വയം പട്ടിണി കിടന്നിട്ടാണെങ്കിലും കുട്ടികളെ ഊട്ടും. ശരി, അത് അതിന്റെ ധർമ്മം, ജന്തുധർമ്മമാണത്, അച്ഛനമ്മമാരുടെ ധർമ്മമാണ്. അത് ചെയ്തു, അവരെ വളർത്തി കഴിയുമ്പോൾ, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ അത് മകനുമല്ല, അച്ഛനുമല്ല, അമ്മയല്ല, അതിനെ ആട്ടിക്കളയും, കൊത്തിയാട്ടുക. അപ്പൊ അതേ ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടാവണം. എല്ലാവരെയും നമ്മൾക്ക് കൊത്തി ആട്ടണ്ട, പക്ഷെ മനസ്സിൽ നിന്ന് ഒരു അകലം പാലിക്കാം. ഇവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവര് വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഇതൊക്കെ ആയി, കുടുംബമൊക്കെ ആയി, എൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും ഇനി അവരുടെ ജീവിതം അവർ നോക്കണം. ആ ജീവിതം നോക്കാനുള്ളതായിട്ടുള്ള അറിവ് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരിക്കണം. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടല്ല പോയിട്ട് ഉപദേശിക്കുക. കല്യാണത്തിന് പക്വമാകുന്നതിന് മുമ്പേ തന്നെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിരിക്കണം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഉപദേശം കുടുംബ കലഹം ഉണ്ടാക്കുകയുള്ളൂ. അവരെ അവരുടെ പാട്ടിന് വിടുക. അവർ വളർന്നു വരുമ്പോഴാണ് നമ്മൾ മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ടും നമ്മൾ അവരുടെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ എന്തായിരിക്കണം ഒരു ഭാര്യാധർമ്മം അല്ലെങ്കിൽ ഭർത്തൃധർമ്മം, ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയായിരിക്കണം ഉത്തരവാദിത്വം, എങ്ങനെ ജീവിക്കണം എന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവർ വിവാഹം കഴിച്ച ശേഷം ഓരോ ദിവസവും ചെന്ന് അവരുടെ ജീവിതത്തിലേക്ക് മൂക്ക് എത്തിച്ചു നോക്കുന്നത് മര്യാദയേ അല്ല. അപ്പോഴാണ് അവർ ഇറിറ്റേറ്റഡ് ആവുന്നതും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതും. നേരെ മറിച്ച് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അവരുടെ പാട്ടിന് വിട്ടാൽ അവർ നമ്മളെ ഉപദ്രവിക്കില്ല, നമ്മളെ വെറുക്കില്ല, ഒരാവശ്യത്തിന് ഓടി വരികയും ചെയ്യും. അപ്പൊ അതിന് വേണ്ട വിദ്യാഭ്യാസം, സംസ്കാരം, എങ്ങനെ ജീവിക്കണം എന്നുള്ള അറിവ് അത് വിവാഹത്തിന് മുമ്പ് കൊടുക്കണം. അല്ലാതെ ഓരോ ദിവസവും വിവാഹം കഴിഞ്ഞു പോയ മകളെ ഫോണിൽ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം, അവൻ എന്ത് പറയണു, അവൻ നിന്നെ ചീത്ത പറഞ്ഞോ, എന്നാ നീ ഇങ്ങോട്ട് പോര് എന്ന് പറയുന്ന അച്ഛനമ്മമാരാണെന്നുള്ളത്. ഇവിടുന്ന് കല്യാണത്തിന് മുമ്പേ തന്നെ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ, ഞാൻ കാർ അയക്കാം. ഇങ്ങനെ വളർത്തിയാൽ പിന്നെ എങ്ങനെയാ ഡൈവോഴ്സ് കൂടാതിരിക്കുക? അപ്പൊ അങ്ങനെ ഡൈവോഴ്സ്ഡായിട്ട് വരുന്ന കുട്ടികൾ പിന്നെ ജീവിതം മുഴുവൻ നിങ്ങൾ ഭാരമായിട്ട് ചുമക്കേണ്ടിയും വരും. നിങ്ങൾക്ക് മരിക്കുമ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഈ ഡൈവോഴ്സ്ഡായിട്ടുള്ള പിന്നെ സെക്കൻഡോ തേർഡോ മാരേജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ അമ്മമാര് അച്ഛന്മാരുണ്ട് ഇപ്പോ സമൂഹത്തില്. എല്ലാവർക്കും മൂന്നാമത്തെയും വിവാഹം കഴിഞ്ഞോളണമെന്നില്ല. അപ്പോ ആ വിവാഹത്തിന് മുമ്പ് തന്നെ വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മൾ തലയിടേണ്ട കാര്യമേ ഇല്ല. അവരെ സ്വതന്ത്രരാക്കി വിടണം. വേണ്ട ഇൻസ്ട്രക്ഷൻസ് നേരത്തെ കൊടുത്തിരിക്കുക, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്. പിന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഇതാകുമ്പോൾ നമ്മൾ സഹായിക്കാം, അത് ഏത് രീതിയിൽ വേണമെങ്കിലും. അപ്പോൾ ഈ പാശബന്ധം, സ്നേഹപാശം, അത് നമ്മൾ മുറിച്ച് അവരെ കൊത്തിയാട്ടി നിർത്തിയിരിക്കണം. മറ്റു ബന്ധങ്ങളൊക്കെ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും സ്നേഹവും ഒക്കെ ആവാം, പക്ഷെ അത് പരിധി വിടാതെ നോക്കണം. കാരണം നമ്മൾ വേണ്ടാത്തൊരവസ്ഥ അവർക്ക് വന്നു ചേരും. നമ്മളൊരു അൺവാണ്ടഡ് എലമെന്റ് ആയിട്ട് മാറും, അവർക്ക് ഒരു ഭാരമായിട്ട് തോന്നും. അതിന് നമ്മൾ ഇട കൊടുക്കാതെ ഓരോരുത്തരും നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആവുക, സ്വതന്ത്രരാവുക, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിക്കുക, ആരെയും പ്രതീക്ഷിക്കാതെ ജീവിച്ച് ശീലിക്കുക. അതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. യാവത് വിത്തോപാർജന സക്തഃ താവൻ നിജ പരിവാരോ രക്തഃ പശ്ചാത് ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സമയം അതിക്രമിച്ചു, നാളെ തുടരാം. ഹരി ഓം. രാവിലെ 8 മണിക്ക് അന്നപൂർണാസ്തുതി, 10:30 ഭജഗോവിന്ദം. ഹരി ഓം.